രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന മേഖലകളിലും ശ്രദ്ധേയനായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാമിന് ആദരാഞ്ജലി അർപ്പിച്ച അനുസ്മരണ സമ്മേളനം കൊഴുവനാലിൽ നടന്നു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉത്തമ മാതൃകയായിരുന്നു അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാമിന്റെ ജീവിതമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. രാഷ്ട്രീയം പഠന വിഷയമാക്കുകയാണെങ്കിൽ ടി.വിയുടെ ജീവിതവും പ്രവർത്തനവും മാത്രം പഠിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അനുസ്മരണ സമ്മേളനം 12 വർഷങ്ങൾ നടക്കുന്ന സമ്മേളനം ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ആളുകളുടെ സാന്നിധ്യത്തിൽ അറിയിക്കുമ്പോൾ മൺമറഞ്ഞു പോയ നമ്മുടെ പൊതുസമൂഹത്തിലെ ഒരു നല്ല മനസ്സിനെയും ഒരു നല്ല വ്യക്തിയെയും നമ്മളിവിടെ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. അപ്പം അത്തരം ആളുകളെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനാധിപത്യത്തെയും ഒക്കെ കൊണ്ടുപോകാൻ ഇതുപോലുള്ള ആളുകൾ അവരുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംശുദ്ധമായ പൊതുജീവിതത്തിൽ അദ്ദേഹത്തൊക്കെ സത്യത്തിൽ ഈ പൊതുജീവിതത്തിലുണ്ടായി ഒരുപാട് കഷ്ടനഷ്ടങ്ങളുടെയൊക്കെ ഒരുപാട് കഥകൾ സത്യത്തിലുണ്ട്. ജീവിതത്തിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് വന്ന് സമ്പന്നരായി എന്നൊക്കെ ആളുകൾ പലരെക്കുറിച്ചും പറയുമ്പോഴും അങ്ങനെയല്ലാതെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോഴാണ് ടി.വി. എബ്രഹാം സാറിനുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരുപാട് ജീവിതത്തെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സ്വകാര്യതകൾ പോലും നഷ്ടപ്പെട്ട് ജീവിത ഒരു ഒരു ടൈം ടേബിൾ പോലും ഇല്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൊതുപ്രവർത്തനത്തിനും പൊതുജനങ്ങൾക്കും വേണ്ടി നിൽക്കാൻ കുറേ ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ നിലനിർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊഴുവനാൽ സെന്റ് ജോൺ നെഫ്യൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മാണി കാപ്പൻ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. മുൻ എം.പി. പി.സി. തോമസ് മുഖ്യപ്രഭാഷണവും കൊഴുവനാൽ ഫൊറോനാപ്പള്ളി വികാരി റവറന്റ് ഫാദർ ജോസ് നെല്ലിക്കാത്തെരുവിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ്, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു, ടെൽക്ക കോർപ്പറേഷൻ ചെയർമാൻ പി.സി. ജോസഫ്, മെറ്റൽ ഇൻഡസ്ട്രീസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ്, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ ചെയർമാൻ സണ്ണി തോമസ്, ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ കൊച്ചുറേസ്യ എബ്രഹാം, കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബെല്ല ജോസഫ്, ഹെഡ്മാസ്റ്റർ സോണി തോമസ്, കൊഴുവനാൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ്, സ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് ഷിബു തെക്കമറ്റം, നോബി എബ്രഹാം എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ടി.വി. എബ്രഹാം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് വിതരണം കേരള ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം.എൽ.എയും മാണി കാപ്പൻ എം.എൽ.എയും നിർവഹിച്ചു. മികച്ച വിജയം നേടിയ കൊഴുവനാൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയും കിർഗിസ്ഥാനിൽ നടന്ന ലോക വനിതാ ഗുസ്തിയിൽ 7 സ്വർണം നേടിയെടുത്ത ഇന്ത്യൻ ടീമിനെ നയിച്ച കോച്ച് ബിജുവിനെയും ചടങ്ങിൽ ആദരിച്ചു.